ഹലോ ഗായ്സ്. ഞാനിന്ന് വന്നിരിക്കുന്നത് ഞാൻ കണ്ട സിനിമ എന്ന സെഗ്മെന്റില് പുതിയൊരു വീഡിയോ ആയിട്ട് ലാപ്പത്ത ലേഡീസ് എന്നുള്ള സിനിമയുടെ റിവ്യൂ പറയാനാണ്. ഈ അടുത്ത കാലത്ത് കണ്ടത് വെച്ച് ഏറ്റവും നല്ലൊരു ഫീൽ ഗുഡ് സിനിമയാണ് ഈ ലാൽപത്ത ലേഡീസ്. ഇതിന്റെ മെയിൻ പ്രമേയം എന്ന് പറയുന്നത് ഒരു രണ്ട് പേര് കല്യാണം കഴിഞ്ഞ് വരുന്ന വഴിക്ക് വെച്ചിട്ട് ഒരു ട്രെയിനിൽ വെച്ച് അവരുടെ ഭാര്യമാര് തമ്മിൽ മാറിപ്പോന്നു. അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് അവരുടെ ട്രഡീഷണൽ ഒരു പ്രകാരം മുഖം മറച്ചിട്ടാണ് അവിടെ യാത്ര ചെയ്യേണ്ടത്. വീടെത്തുന്നിടം വരെ മുഖം മറച്ചിരിക്കണം. അങ്ങനെ വരുന്ന ഇടയ്ക്ക് ട്രെയിനിന്റെ തിരക്ക് കാരണം അവര് തമ്മിൽ മാറിപ്പോയി അതിനുശേഷം നടക്കുന്ന കഥയാണ് ഇതിൽ കാണിക്കുന്നത് ഫുള്ള. ഞാനധികം ഹിന്ദി സിനിമകളൊന്നും കാണാത്തത് കൊണ്ട് ഇതിലെ നടീനടന്മാരെ ഒന്നും എനിക്ക് അധികം പരിചയമില്ല. പക്ഷെങ്കില് ഇതിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും നല്ല രീതിയിൽ ആ റോളുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഫീൽ ഗുഡ് പടം. നമുക്ക് ഒരു 2-2.25 മണിക്കൂർ അവരുടെ ഒരു ഗ്രാമത്തിൽ ചെന്ന് വിട്ട രീതിയിലായിരിക്കും നമ്മള്. ഒരു സിനിമ കാണുന്ന രീതിയിലേ നമുക്ക് അനുഭവപ്പെടുത്തില്ല. അറിയാത്ത ഒരു നാട്ടില് പോയി അവരുടെ ഇടയിൽ പെട്ട് നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് നമുക്ക് ചില സീനൊക്കെ കാണുമ്പോൾ രോമാഞ്ചം വരും. അവസാനത്തെ ആ പോലീസ് സ്റ്റേഷനിലെ സീനൊക്കെ കാണുമ്പോഴത്തേക്കും അത്രയും നേരം നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്ന നെഗറ്റീവ് ക്യാരക്ടർ അങ്ങനെ കാണിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീല്, ഒരു രോമാഞ്ചം, അതൊക്കെയാണ് ഈ സിനിമയുടെ ഹൈലൈറ്റ്. ഈ സിനിമ ഒരു ബ്ലാക്ക് ഹ്യൂമർ രീതിയിലാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ചിരിക്കാനുള്ളതുണ്ട്, ചിന്തിക്കാനുള്ളതുണ്ട്. നമ്മുടെ സമൂഹത്തില് സ്ത്രീകള് അനുഭവിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. തിയേറ്റർ റിലീസിൽ വലിയ ഓളമൊന്നും സൃഷ്ടിക്കാതെ പോയ ഒരു ചെറിയ സിനിമയാണിത്. ഇപ്പം OTT റിലീസായി ഇൻസ്റ്റഗ്രാം എല്ലാ വഴി വരുമ്പോഴാണ് ട്രോൾസും കാര്യങ്ങളും കണ്ടിട്ടാണ്, ട്രോൾസ് ചെറിയ ക്ലിപ്പ് കാര്യങ്ങളെല്ലാം കണ്ടിട്ടാണ് ഓരോരുത്തർ ഈ മൂവി കണ്ട് അഭിപ്രായമൊക്കെ പറയുന്നത്. ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ഓരോ നടീനടന്മാരായാലും അവര് അഭിനയിക്കുകയാണെന്നുള്ള രീതിയിൽ നമുക്ക് തോന്നത്തില്ല. അവര് ജീവിക്കുകയായിരുന്നെന്ന് തന്നെ പറയാൻ വേണമെങ്കിൽ. അത്രയ്ക്ക് നല്ല രീതിയിൽ അവർ ആ റോളുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. നമ്മളെ ആ ഒരു ഫീലിൽ എത്തിക്കാനും എല്ലാം ഈ സിനിമയ്ക്ക് കഴിയുന്നുണ്ട്. ഏറ്റവും അവസാനം ക്ലൈമാക്സ് എത്തുമ്പോഴത്തേക്കും നമ്മൾ ജയിച്ച രീതിയിൽ ക്ലൈമാക്സ് അവസാനിക്കുകയും ചെയ്യും. അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. നെറ്റ്ഫ്ലിക്സിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. മലയാളം സബ്ടൈറ്റിലുണ്ട്. കാണേണ്ടവർക്കെല്ലാം കണ്ട് ആസ്വദിക്കാം. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.